ഇന്ന് മരച്ചീനിക്കിഴങ്ങിൻ്റെ ഒരു വീഡിയോ ആണ്. കാർബോഹൈഡ്രേറ്റുകളുടെയും ധാതുക്കളുടെയും മികച്ച ഉറവിടമാണ് ഈ കിഴങ്ങ്. ഇതിൽ ഗ്ലൂട്ടൻ അടങ്ങിയിട്ടില്ല. സോഡിയം കുറവും കാൽസ്യം, ഇരുമ്പ് എന്നിവയുടെ സാന്നിധ്യമുള്ളതുമായ ഇത് ശരീരത്തിന് ഏറെ ഗുണം ചെയ്യുന്നു. കേരളീയരുടെ പ്രിയപ്പെട്ട മരച്ചീനിയുടെ പ്രധാന ആരോഗ്യ ഗുണങ്ങൾ: കാർബോഹൈഡ്രേറ്റ് ധാരാളം അടങ്ങിയിരിക്കുന്നതിനാൽ ക്ഷീണം അകറ്റി ശരീരത്തിന് പെട്ടെന്ന് ഊർജ്ജം നൽകാൻ സഹായിക്കുന്നു. ഇതിൽ അടങ്ങിയിരിക്കുന്ന നാരുകൾ ദഹനപ്രക്രിയ സുഗമമാക്കാനും മലബന്ധം തടയാനും സഹായിക്കുന്നു. കാൽസ്യത്തിൻ്റെയും വിറ്റാമിൻ കെയുടെയും സാന്നിധ്യം എല്ലുകളെയും ബലപ്പെടുത്തുകയും സന്ധിവാതം പോലുള്ള പ്രശ്നങ്ങളെ പ്രതിരോധിക്കുകയും ചെയ്യുന്നു. മരച്ചീനി വിഷാംശം അടങ്ങിയിട്ടുള്ളതിനാൽ ഇത് വേവിച്ച് കഴിക്കുമ്പോൾ നന്നായി തിളപ്പിച്ച് വെള്ളം മൂട്ടി കളയേണ്ടത് അത്യന്താപേക്ഷിതമാണ്. കൂടാതെ അന്നജം കൂടുതലായതിനാൽ പ്രമേഹ രോഗികൾ ഇത് മിതമായ ഈ കിഴങ്ങുകൾ ഒരു 2-3 കഷ്ണങ്ങളാക്കി അതിൽ നല്ല എടുത്ത് നല്ല തേങ്ങാപ്പൂവുമാതിരി ഉണ്ടാവും ഇത്. എന്നിട്ട് അതൊരു ശീല കഷ്ണത്തിൽ അതിടുക. എന്നിട്ട് ഇട്ട് കഴിഞ്ഞിട്ട് അത് നല്ലോണം കിഴി കെട്ടുക. കിഴി കെട്ടിയിട്ട് നല്ല മുറുക്കി കെട്ടി വെച്ചിട്ട് അതിലുള്ള ആ വെള്ളം നല്ലോണം പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ കട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പറഞ്ഞില്ല അതിൽ വിഷാംശത്തിൻ്റെ ഒരു ഇതുണ്ട്. അപ്പോൾ അതിൻ്റെ ആ കട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അത്. എല്ലാം പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഉതിരിയായി അത് കിട്ടും. ഇതേമാതിരി ഉതിരിയായി അത് കിട്ടും. എന്നിട്ട് നല്ലത് ഉതിർത്ത് എടുക്കുക. നല്ല ഉതിർത്തി എടുത്തതിന് ശേഷം നമ്മൾ അരിപ്പൊടിയാണ് ഇതിന് നല്ലത്. ഞാൻ ഇതിൻ്റെ അടുത്ത് അരിപ്പൊടി കഴിഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ ഗോതമ്പ് പൊടിയാണ് എടുത്തത്. ഗോതമ്പ് പൊടി ഇഷ്ടപ്പെടുന്നവർക്ക് അതൊരു ഇതാണ്, രസമുണ്ടാവും. പക്ഷെ ഇതിൽ അരിപ്പൊടി കൂട്ടിയാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഗോതമ്പ് പൊടി ഇഷ്ടമുള്ളവർക്ക് കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇത് രണ്ടും കുഴച്ചെടുക്കുക. ഞാനിത് പൊടി ഓർമ്മയില്ലാതെ ആദ്യം ഞാൻ ഗോതമ്പ് പൊടി ഞാൻ കുഴച്ച് വെച്ചു. അതുകൊണ്ടാണ് അത് ഉരുണ്ടായത്. ഗോതമ്പ് പൊടി ആദ്യം ഉതിർത്ത് വെക്കേണ്ട ആവശ്യമില്ല. ഈ പൊടി കിട്ടാൻ ഈ നമ്മൾ മരച്ചീനി ഇതാക്കി വെച്ചില്ലേ, ഗ്രൈൻഡ് ചെയ്ത് വെച്ചില്ലേ, അതിൽ കിട്ടാൻ മതി നമ്മൾ. എന്നിട്ട് നല്ലോണം ഉതിർത്തെടുക്കുക. എടുത്തിട്ട് നമ്മൾ പുട്ടും കുറ്റിയിൽ എപ്പോഴും പോലെ പുട്ട് ചുടുന്ന മാതിരി കുറച്ച് തേങ്ങ ഇട്ടിട്ട് പിന്നെ ഈ കലവിട്ടിട്ട് പിന്നെയും കുറച്ച് തേങ്ങ ഇട്ട് പിന്നെ ഈ കലവിട്ട് നമ്മൾ എപ്പോഴും പോലെ പുട്ട് ചുടുന്ന മാതിരി പുട്ട് ചുടുന്ന മാതിരി ചുടുക. അങ്ങനെ നമ്മളെ പുട്ട് വെന്തുകൊണ്ടിരിക്കുന്നു. പുട്ട് റെഡിയായി. ഗോതമ്പ് മാവ് കൊണ്ടുള്ള മരച്ചീനിക്കിഴങ്ങ് പുട്ട് തയ്യാറായി. നിങ്ങൾ അരിപ്പൊടിയാണ് നിങ്ങളെ കയ്യിലുള്ളതെങ്കിൽ അരിപ്പൊടി കൊണ്ട് ചെയ്യുക. എനിക്കിഷ്ടം അരിപ്പൊടിയാണ്. അത് ഒന്നും കൂടി ടേസ്റ്റായി തോന്നും. ഏതായാലും ഒന്ന് ഉണ്ടാക്കി നോക്കും.